അല്ല, അതൊക്കെ അദ്ദേഹം അന്വേഷിക്കട്ടെ. അദ്ദേഹമാണല്ലോ ഇപ്പം മേയർ. അപ്പോൾ അദ്ദേഹം ഫയലൊക്കെ എടുത്ത് പരിശോധിച്ച് ക്രമക്കേടുകളുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. അതിലാർക്കാ തടസ്സമുള്ളത്? അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ പറയുന്ന മേയർ ഉൾപ്പെടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ കൗൺസിൽ അംഗങ്ങളായിരുന്നവരാണല്ലോ. അവരറിയാതെ ഇതൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPയുടെ ആളുകൾക്കാണല്ലോ ഭൂരിപക്ഷം കഴിഞ്ഞ ഭരണസമിതിയിൽ. അവരറിയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്? അപ്പോൾ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭരണസമിതി ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ്. ടെൻഡർ വിളിക്കും, അത് കൗൺസിൽ അംഗീകരിക്കണം, ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കണം, പർച്ചേസ് മാനുവൽ നോക്കണം. ഇതൊക്കെ നോക്കാനാണ് സെക്രട്ടറിയെയും മറ്റുദ്യോഗസ്ഥരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരട്ടെ, അന്വേഷണം നടക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥരെ വിരട്ടലും ഭീഷണിപ്പെടുത്തലും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതായത് പ്രതിപക്ഷത്തിരുന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം ഭരണത്തിൽ കൂടി വരുമ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാൻ മേയർക്ക് കഴിയുക? അപ്പോൾ ഇത് കാണിക്കുന്നത് ഇതൊന്നും പരിഹരിക്കലല്ല ഇവരുടെ ലക്ഷ്യം. ഇപ്പോഴും ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ് എന്നുള്ള ധാരണ ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. അതേ രീതിയിൽ ഇടപെടുകയാണ്. അപ്പോൾ 75 MLD കപ്പാസിറ്റിയുള്ള കുടിവെള്ള പ്ലാന്റ് അന്ന് സ്ഥാപിച്ച് അന്ന് ഞങ്ങളടക്കം പോയിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. വാട്ടർ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്വമെങ്കിൽ പിന്നെ മേയർക്ക് എന്തിനാ? മാലിന്യം പരിഹരിക്കാൻ ഗവൺമെൻറ് വരട്ടെ, ലൈറ്റ് കത്തിക്കാൻ KSEB വരട്ടെ, കുടിവെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറുടെ ജോലി എന്താ? നഗരസഭയുടെ ജോലി എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നവരായി ഇന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കാലഘട്ടത്തിലാണ് സുജലം സുലഭം പദ്ധതി നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ ഈ നഗരത്തിൽ ഏതാണ്ട് 35 അല്ലേ ടാങ്കറുകൾ, 70-ന് മുകളിൽ ടാങ്കറുകളുണ്ട്. ഇത് കോർപ്പറേഷൻ്റെ സ്വന്തം വണ്ടികളല്ല. ഞങ്ങളുടെ പദ്ധതിയുടെ സ്കീമിൻ്റെ പ്രകാരം അന്ന് സ്വകാര്യ ടാങ്കറുകൾ, കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകളടക്കം രജിസ്ട്രേഷൻ നടത്തി ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി വാട്ടർ അതോറിറ്റിയുടെ കൗണ്ടറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധജലം വീടുകളിലെത്തിക്കുക. ഈ പദ്ധതിയൊക്കെ ആരംഭിച്ചത് ഞങ്ങളാ. ഇതിനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് ഈ വർത്തമാനം പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. 70-ലധികം ടാങ്കറുകൾ തിരുവനന്തപുരം നഗരസഭയുടെ രജിസ്ട്രേഷൻ നടത്തി ഓടുകയാണ്. എവിടെയെങ്കിലും പൈപ്പ് പൊട്ടി വെള്ളം മുട്ടിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ പൈപ്പ് പൊട്ടിയത് കൊണ്ടാണ് വെള്ളം കിട്ടാത്തത്, ആ സ്ഥലങ്ങളിൽ വെള്ളം കൊടുക്കാനാണ് ഈ സംവിധാനം. സൗജന്യമായി ഗവൺമെൻറ് നഗരസഭയ്ക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം അധികാരങ്ങൾ നഗരസഭയ്ക്ക് ഉള്ളപ്പോഴാണ് ഇതെല്ലാം വാട്ടർ അതോറിറ്റിയാണ് നോക്കേണ്ടത്. എങ്കിൽ പിന്നെ നഗരസഭ എന്തിനാണ്? നഗരസഭ പിരിച്ചുവിട്ട് വാട്ടർ അതോറിറ്റിയെയും KSEBയെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ പോരെ? അപ്പോൾ ഇതുവരെ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത നിലയിലുള്ള അപഹാസ്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.